നമുക്ക് അല്പസമയം ചിന്തിപ്പാനായി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മുഴുവൻ ഉപമകളാണ് യേശു പറയുന്നത്. ഉപമകളുടേതായ ഒരധ്യായമാണ്. ദൈവരാജ്യത്തെ സംബന്ധിച്ച് അഥവാ സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് യേശു ഉപമകൾ സംസാരിക്കുകയാണ്. ഈ അധ്യായത്തിൽ നാം കാണുന്നത് 7 ഉപമകളാണ്. യേശു പറയുന്നത് 7 ഉപമകളാണ്. നമ്മൾ 7 ഉപമയും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല, കാരണം വളരെ വിശദമായിട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരി സമയം വേണം. അപ്പൊ 7 ഉപമകളെ യേശു ഈ അധ്യായത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം. 7 ഉപമകൾ. അതില് നമുക്കതിനെ 4ഉം 3ഉമായിട്ട് തിരിക്കാം. കാരണം 4 ഉപമകൾ യേശു കടൽ തീരത്ത് വെച്ച് പറയുകയാണ്. 3 ഉപമകൾ യേശു വീട്ടിൽ വരുമ്പോൾ ശിഷ്യന്മാരോട് മാത്രം പറയുകയാണ്. 4 ഉപമകൾ പരസ്യമായിട്ട് പടകിലിരുന്ന് കടൽപ്പുറത്ത് എല്ലാവരും കേൾക്കാൻ 4 ഉപമ പറഞ്ഞു. ബൈബിൾ പഠിക്കുമ്പോൾ സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ചില ദൈവശാസ്ത്രജ്ഞന്മാർ അതൊന്നും അംഗീകരിക്കുന്നില്ല, എങ്കിലും ഞാനത് വിശ്വസിക്കുന്നുണ്ട്. 4 ലോകത്തിന്റെ സംഖ്യയാണ്. 4 എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സംഖ്യയാണ്. 4 ദിക്കുകളാണ് നമുക്ക് ലോകത്തുള്ളത്. 4 ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ 4 ഉപമകൾ ലോകത്തോട് പറഞ്ഞു. പിന്നെയുള്ള 3 ദൈവത്തിന്റെ സംഖ്യയാണ്. അത് രഹസ്യമായി തന്റെ ശിഷ്യന്മാരോട് യേശു എന്ന് പറഞ്ഞു. ഉപമകളെ യേശു തുടങ്ങുമ്പോൾ ഈ 6 ഉപമകളും ആദ്യത്തെ ഉപമയായിട്ട് വ്യത്യാസമുണ്ട്. ഒന്നാമത് പറയുന്ന ഉപമ വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. നമുക്കത് നോക്കാം. നമുക്ക് 13-ന്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം. അതിന്റെ തുടക്കം, അതിന്റെ വ്യാഖ്യാനമാണ് അവിടെ. എന്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം. യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലരികെയിരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരം എല്ലാം കരയിലിരുന്നു. അവൻ അവരുടെ പലതും ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ മതി വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പൊ ഈ ഒന്നാമത്തെ ഉപമ യേശു അവിടെ ദൈവരാജ്യത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞില്ല. ബാക്കി 6 ഉപമയിലും യേശു പറഞ്ഞു ദൈവരാജ്യം ഇങ്ങനെ ഇരിക്കും. ഒന്നാമത്തെ ഉപമയിൽ അത് പറഞ്ഞിട്ടില്ല, അല്ലാതെ ഉപമ അങ്ങ് പറയുകയാണ്. അപ്പൊ അതൊരു ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ എല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്, മുഖവരയായിട്ട് യേശു പറഞ്ഞ ഉപമയാണ്. 24-ാമത്തെ വാക്യം വായിക്കാം. 24-ാമത്തെ വാക്യം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. ഇനി 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. ഇനി 33-ാമത്തെ വാക്യം വായിക്കാം. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അപ്പൊ ഇതെല്ലാം സ്വർഗരാജ്യത്തിന് സദൃശ്യം എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നാമത്തെ ഉപമയിൽ യേശു എന്ത് ചെയ്തില്ല? സ്വർഗരാജ്യത്തിന് സദൃശ്യം എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ 4 ഉപമ കഴിഞ്ഞു. ഇനി അതിന്റെ 36-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. കണ്ടോ? അപ്പം അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചു. 4 ഉപമ പറഞ്ഞിട്ട് യേശു ആളുകളെ പിരിച്ചുവിട്ടിട്ട് ശിഷ്യന്മാരോട് മാത്രമാണ് പിന്നത്തെ 3 ഉപമ പറയുന്നത്. അതിന്റെ 44-ാമത്തെ വാക്യം വായിക്കാം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. മതി. 45-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. മതി. 47-ാമത്തെ വാക്യം വായിക്കാം. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. മതി. ഇപ്പോൾ 7 ഉപമ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അപ്പൊ 7 ഉപമയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 7 ഉപമകളുടെ അധ്യായമാണ്. നമ്മൾ ഈ ബൈബിൾ സ്റ്റഡിയിൽ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. ഇനി അധ്യായം ഏതാണ്? 7 ഉപമകളുടെ അധ്യായമാണ്. അതിൽ 4 ഉപമകൾ യേശു കടൽ തീരത്ത് പറഞ്ഞു. 3 ഉപമകൾ യേശു വീട്ടിൽ വന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഉപമയിൽ സ്വർഗരാജ്യം എന്ന സാദൃശ്യം പറഞ്ഞില്ല. ബാക്കി 6 ഉപമയിൽ സ്വർഗരാജ്യം എന്ന സാദൃശ്യം പറഞ്ഞു. ഇനി നമുക്ക് എല്ലാ ഉപമയും ഞാൻ പറഞ്ഞ എല്ലാ ഉപമയും വിശദീകരിക്കാൻ നമ്മൾ സമയമില്ല. എങ്കിലും നമുക്ക് വ്യാപകമായി ഇതിന് ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഈ ഉപമകൾക്കെല്ലാം പൊതുവായി ചില വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മളും ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ, അർത്ഥങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ യേശു വാസ്തവത്തിൽ അതാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ യേശു പറഞ്ഞു സ്വർഗരാജ്യം ഒരു നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അപ്പൊ ആരാണ് ഈ വ്യാപാരി? നമ്മൾ സാധാരണ പഠിക്കുന്ന ആരാണ് വ്യാപാരി? ഈ മുത്തന്വേഷിക്കുന്ന വ്യാപാരി
അപ്പൊ നമ്മൾ സാധാരണ കേൾക്കുന്ന നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് യേശുവിനെ കണ്ടെത്തി. പക്ഷെ അത് ഒരിക്കലും ബൈബിളിലെ മറ്റ് ഭാഗങ്ങളുമായിട്ട് ഒത്തുപോകത്തില്ല. കാരണം നമ്മളൊന്നും വില കൊടുത്ത് വാങ്ങുന്നില്ല. ഈ മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി യേശുവാണ്. ആ മുത്ത് ഞാനും നീയുമാണ്. നിന്നെ ദൈവം മുത്തായി കണ്ടു. തനിക്കുള്ളതൊക്കെ തന്റെ അവസാനത്തുള്ളി രക്തം വരെ അവൻ കാൽവരിയിൽ ചൊരിഞ്ഞു. ആ രക്തം തന്നു. ബൈബിളിൽ തുടർമാനമായി പറയുന്നു, നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് പുസ്തകത്തിൽ പോലും നിത്യതയിൽ ആരാധിക്കാൻ പറയുന്നത്, നീ ഞങ്ങളെ സർവ്വഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. ആര് വിലയ്ക്ക് വാങ്ങി? യേശു. കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു, നീയാണ് യോഗ്യൻ, നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. യു പർച്ചേസ്ഡ് us. അപ്പൊ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ മുത്താണ്. ഞാനും നീയും യേശുവിന്റെ മുത്താണ്. നമ്മൾ മനസ്സിലാക്കണം എത്ര വില തന്നാണ് യേശു നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പൊ റോങ് ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരികയാണ്. നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ ദൈവരാജ്യം സ്വന്തമാക്കണം എന്നാണ് പഠിപ്പിക്കല്. ഇത് നമുക്കുള്ളതൊന്നും നഷ്ടമാക്കി നമ്മൾ സമ്പാദിക്കേണ്ടതൊന്നല്ല ദൈവരാജ്യം. പിന്നെയോ തനിക്കുള്ളതെല്ലാം നഷ്ടമാക്കി അവൻ നമ്മെ നേടി എന്നുള്ളതാണ് സുവിശേഷം. അപ്പൊ സുവിശേഷത്തിന്റെ ഹൃദയത്തെ തകർക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. യേശു പറഞ്ഞു, നമ്മളാണ് മുത്ത്. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നോക്ക്, ആൾ യേശുവിന്റെ മുത്താണ്. യേശു രക്തം ചൊരിഞ്ഞത് ആ ആൾക്ക് വേണ്ടിയാണ്. യേശു പറയാണ്, ആ വ്യാപാരി ആരാണ്? യേശുവാണ്. നമ്മളല്ല വ്യാപാരി. ആരാണ് യേശു? ആരാണ് വ്യാപാരി? യേശുവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് വർഷങ്ങളായി നമ്മൾ മറ്റു രീതിയിൽ കേട്ടതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാൽവരി ക്രൂശിലാണ് ആ വ്യാപാരം നടന്നത്. ആ വ്യാപാരത്തിന് അവൻ കൊടുത്ത വില, അവൻ രക്തമാണ് കൊടുത്തത്. തുടർമാനമായി വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ചില യോഗ്യന്മാര് ഇപ്പൊ പഠിപ്പിക്കും, നമുക്കുള്ളതെല്ലാം നഷ്ടമാക്കി നമ്മൾ സമ്പാദിക്കണം ദൈവരാജ്യമെന്ന്. അങ്ങനെ ദൈവരാജ്യം സമ്പാദിച്ച ഒരാളെ എനിക്ക് കാണിച്ചു തരാമോ? ആരാണ് തനിക്കുള്ളതെല്ലാം നഷ്ടമാക്കിയത്? തനിക്കുള്ളതല്ല, ഉടുതുണി വരെ. കാരണം പടത്തിനകത്ത് കാണുമ്പോൾ യേശുവിന് ചെറിയൊരു കൈലി ഉടുപ്പിച്ചൊക്കെയാണ് കത്തോലിക്കരുടെ പടത്തിൽ കാണുന്നത്. പക്ഷേ നഗ്നനായി അവനെ ക്രൂശിച്ചു. ഉടുതുണി വരെ അവൻ നഷ്ടമാക്കി. അവസാനത്തുള്ളി രക്തം വരെ അവൻ നഷ്ടമാക്കി. തനിക്കുള്ളതെല്ലാം ചിലവഴിച്ച് ഒരു മുത്ത് വാങ്ങിയ ഒരാള് ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് യേശു അല്ലാതെ വേറെ ആരുമല്ല. യേശുവാണ് ആ മുത്ത് വാങ്ങിയത്. യേശു അങ്ങനെ തനിക്കുള്ളതെല്ലാം ചിലവഴിച്ച് ഒരു മുത്ത് വാങ്ങിയെങ്കിൽ ആ മുത്ത് ഞാനും നീയുമാണ്. ആ കൊടുത്ത വിലയോട് ചേർത്ത് പിന്നെ ഒന്നും കൊടുക്കാൻ നമുക്കില്ല. അവൻ സൗജന്യമായി നമ്മെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് നിത്യതയിൽ മോക്ഷത്തിൽ ആരാധിക്കുമ്പോൾ രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ ആർക്കുന്നത് കേട്ടു. ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. അവൻ സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുകയാണ്. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, നമ്മുടെ പാർട്ടല്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അതിന് മുകളിൽ നമ്മൾ കാണുമ്പോൾ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടു, തന്റെ സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ്. അപ്പൊ രണ്ട് ഉപമ അവിടെ ചേർത്ത് പറയുന്നുണ്ട്. അപ്പം സ്വർഗരാജ്യം ഒരു വയലിൽ ഒരുവൻ എന്ത് ചെയ്തു? മറഞ്ഞു കിടക്കുന്ന ഒരു നിധി കാണുന്നത് നിന്നെയും മറച്ചു വെക്കുകയാണ് കണ്ടിട്ട്. പിന്നെ അതിനെ വിലയ്ക്ക് വാങ്ങുകയാണ്. വാങ്ങുന്ന ഏതാണ്? വയലിനെ മൊത്തമാണ്. പക്ഷെ എടുക്കുന്ന ഏതാണ്? നിധിയെ മാത്രമാണ്. യേശു തന്റെ രക്തത്താൽ ഈ മുഴുലോകത്തെയും വിലയ്ക്ക് വാങ്ങി. പക്ഷേ ഈ മുഴുലോകവും വയലാണെങ്കിൽ അതിനകത്ത് ഏത് മാത്രമേ അവൻ എടുക്കുന്നുള്ളൂ? നിധി മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാനത് വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് വേറൊരു ഉപമയും കൂടെ നോക്കാം. എന്റെ 31-ാമത്തെ വാക്യം വായിക്കാം. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിധത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകൾ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരും. കണ്ടോ? അപ്പൊ ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം ഒരു കടുകുമണിയോട് സദൃശമാണ്. ഈ കടുകുമണി ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? വയലിൽ കൊണ്ടിടുമ്പോൾ ഇത് വളർന്ന് എന്തായി തീരുകയാണ്? വൃക്ഷമായി തീരുകയാണ്. അപ്പൊ എന്നോട് ഒത്തിരി ആളുകള് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, ഞാൻ സുവിശേഷവാലിൽ 20 വർഷമായി, 20 വർഷമായിട്ട് എന്നോട് ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഇതൊക്കെ വായിക്കുമ്പോൾ രഹസ്യത്തിൽ വായിക്കാം, നമ്മുടെ കർത്താവിന് എന്തോ അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ. കടുക് മരമാകുമോ? അപ്പൊ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു, ലോകത്തൊന്നും കടുക് എന്തായിട്ട് കണ്ടിട്ടില്ല, മരമായിട്ട് കണ്ടിട്ടില്ല. ഒരു കുറ്റിച്ചെടി പോലെ വരത്തുള്ളൂ. അതിന് മുകളിൽ കടുക് ഒരിക്കലും
വലിയ വൃക്ഷമാകുന്നില്ല. അപ്പൊ കടുക് കാണാഞ്ഞിട്ടാണോ യേശു എന്ന് പറഞ്ഞത്? കടുകിനെ പറ്റി അറിവില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് ഈ കടുക് ഒരു വൃക്ഷമായത്? അത് യേശു അറിയാതെ പറഞ്ഞതല്ല. അത് അസാധാരണമായ ഒരു വളർച്ചയാണ്. ക്രമാതീതമായ വളർച്ച, ക്രമം കെട്ട വളർച്ച. ക്രമം കെട്ട വളർച്ച ക്യാൻസറാണ്. അപ്പോ ഈ കടുക് എന്തായിത്തീരുന്നു? വലിയ വൃക്ഷമായി തീരുന്നു. അതൊരു വൃക്ഷമായി തീരാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ആ കടുക്? അല്ല, അതൊരു സസ്യം മാത്രമായി തീരാനാണ് ആ കടുകിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കടുക് ഒരു ഔഷധ സസ്യമാണ്. അത് ആ ഔഷധ സസ്യങ്ങൾ, ആ സസ്യങ്ങളിൽ ഏറ്റവും വലുതായി തീർന്നു. പിന്നെ എന്ത് ചെയ്തു? വലിയ വൃക്ഷമായി തീർന്നു. അപ്പൊ വലിയ വൃക്ഷമായി തീർന്നപ്പോൾ നമ്മളിത് പറയുന്നത് സാധാരണ പൊതുവെയുള്ള വ്യാഖ്യാനം സുവിശേഷമാണ് കടുകെന്നും, സുവിശേഷമാകുന്ന കടുക് ലോകം മുഴുവൻ കീഴടക്കുമെന്നും, ലോകത്തുള്ള എല്ലാവരും അതിൽ വന്ന് അഭയം തേടുമെന്നും. അപ്പൊ യേശു പറഞ്ഞ ഈ 7 ഉപമകൾ ഒരു സീരീസ് ആയിട്ടാണ് പറഞ്ഞത്. 7 ഉപമകൾ ഒരൊറ്റ ലൈനിൽ പോകുമ്പോൾ അതൊരിക്കലും പരസ്പര വിരുദ്ധമാകാൻ പാടില്ല. യേശു പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശരിക്കും വായിച്ച് ഗ്രഹിക്കണം. ഈ കടുക് എന്തായി തീരുകയാണ്? വലിയൊരു വൃക്ഷമായി തീരുകയാണ്. ചെറിയ വൃക്ഷമല്ല, വലിയ വൃക്ഷം. അതൊരിക്കലും സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. അപ്പൊ സുവിശേഷത്തിന്റെ പ്രാഭവം ലോകം മുഴുവൻ കീഴടക്കുമോ? ലോകം മുഴുവൻ സുവിശേഷം കൊണ്ട് നിറഞ്ഞ് ലോകത്തുള്ള മുഴുവൻ ആളുകളും രക്ഷിക്കപ്പെട്ട്, എന്റെയൊക്കെ ആദ്യകാലത്തെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു. ഞാൻ വിശ്വാസത്തിലോട്ടൊക്കെ വന്നപ്പോൾ മുഴുവൻ ആളുകൾ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിശ്വം പ്രാപിച്ച് ലോകം മുഴുവൻ. പക്ഷെ നോക്കിയിട്ടൊന്നും അങ്ങനെയല്ല കാണുന്നത്. അപ്പൊ യേശു പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. യേശു പറഞ്ഞത് അതിന്റെ 13:23 ഒന്ന് വായിക്കാം. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. വിളഞ്ഞ് 100, 60, 30 മേലിലാണ്. കണ്ടോ? അപ്പൊ യേശു പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഈ വാക്യം കോട്ട് ചെയ്യുമ്പോഴൊക്കെ, സാധാരണ ആളുകൾ ഉദ്ധരിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് 30, 60, 100 എന്ന് പറയുന്നത്. പക്ഷെ യേശു പറഞ്ഞ എന്നാ ശ്രദ്ധിക്കും? 100, 60, 30. ഇത് കുറഞ്ഞേ വരത്തുള്ളൂ. ഇത് കൂടി പോകുന്നല്ല യേശു പറഞ്ഞത്. 100, പിന്നെ എത്ര? 60, പിന്നെ 30. കാരണം ഈ ലോകത്തിൽ അതാണ് സത്യസുവിശേഷം. അങ്ങനെയാണ് പോകുന്നത്. നിർമ്മലവും ശുദ്ധവും യഥാർത്ഥവുമായ ഉപദേശം മലിനപ്പെടും. കാലത്തിന്റെ നീക്കത്തിൽ അത് വലിയ മരമാകുകയാണ്. അപ്പൊ ഈ ആകാശത്തിലെ പറവകൾ എന്ത് ചെയ്യുന്നു? അതിൽ വന്ന് കൂട് എത്തുന്നു. ബൈബിൾ പഠിക്കുമ്പോൾ പറവകൾ പിശാചിന്റെ ഏജന്റുമാരാണ്. പറവകൾ എന്ന് പറഞ്ഞാൽ ബേൽസബൂൽ എന്ന് പറഞ്ഞാൽ ലോർഡ് ഓഫ് ഫ്ലൈസ് ആണ്. പറവകളുടെ രാജാവ്, പറവകളുടെ കർത്താവ് എന്ന ബേൽസബൂലിന്റെ അർത്ഥം തന്നെ. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പ്രാവിനെ പരിശുദ്ധാത്മാവിനോടും ചില സ്ഥലങ്ങളിൽ കഴുകനെ വിശ്വാസിയുടെ ഉയർച്ചയോടും സൂചിപ്പിക്കുന്ന ഒഴിച്ച് മുഴുവൻ പറവകളും പിശാചിന്റെ ദൂതന്മാരാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനത് തെളിയിക്കാം. 19 വാക്യം വായിക്കാം. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ഞാൻ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയും. ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ ഈ വഴിയിലേക്ക് കിടക്കുന്നതിനെ എന്തെടുത്തോണ്ട് പോവുകയാണ്? പറവജാതി എടുത്തുകൊണ്ട് പോവുകയാണ്. പറവജാതി വന്ന് ഈ വിത്തിനെ മുഴുവൻ എന്ത് ചെയ്യാണ്? കുത്തിപ്പെറുക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോ ഒന്നാമത്തെ ഉപമയിൽ പറവ എന്താണ്? ഒന്നാമത്തെ ഉപമയിൽ പറവ എന്താ ചെയ്യുന്നത്? നെഗറ്റീവ് കാര്യമാണ് ചെയ്യുന്നത്. ദൈവരാജ്യത്തിന് ദോഷമാണ്. കാരണം വചനത്തെ മോഷ്ടിക്കുക, കൊത്തിപ്പെറുക്കിക്കൊണ്ട് പോവുക, ദോഷം ചെയ്യുക. രണ്ടാമത്തെ ഉപമ വരുമ്പോഴേക്ക് അതെല്ലാം കൂടെ ഈ മരത്തെ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ആ മരം പോസിറ്റീവ് അല്ല, ആ മരം നെഗറ്റീവാണ്. ഇനി ഞാൻ പറയാം. ആദ്യം പുറത്തുനിന്ന് ഇതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ പറവ. ആദ്യം പുറത്തുനിന്ന് തകർക്കാൻ ശ്രമിക്കുകയാണ്. പുറത്തുനിന്ന് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് തകരുന്നില്ലെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യാണ്? അകത്തു വന്ന് തകർക്കാൻ നോക്കുക. പുറത്തുനിന്ന് തകർക്കാൻ നോക്കിയിട്ട് ഈ പറവജാതിയുടെ പ്രവർത്തനമാണ്. ഒന്നാമത്തെ ഉപമയിൽ അത് വിത്തെല്ലാം കൊത്തിപ്പെറുക്കിക്കൊണ്ട് പോകുന്നു. രണ്ടാമത്തെ ഉപമയിൽ അതെന്ത് ചെയ്യാണ്? ഈ മരത്തെ വന്ന് ഇരിക്കുന്നു. ആ മരം ക്രമാതീതമായിട്ട് വളരുന്നു. നമുക്കറിയാം, റോമ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് വരെ പറവ എന്ത് ചെയ്യായിരുന്നു? യഥാർത്ഥ ഉപദേശത്തെയും യഥാർത്ഥ ശിഷ്യന്മാരെയും ഉപദ്രവിക്കുകയും കൊല്ലുകയും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
പക്ഷെ അതുകൊണ്ട് വിജയമില്ലെന്ന് കണ്ടപ്പോൾ സാത്താൻ തന്ത്രം മാറ്റിയിട്ട് അതിനകത്തേക്ക് കയറിയപ്പോ ഈ യേശു പറഞ്ഞ ഉപമ ശരിയാകാണ്. ഈ കടുക് എന്ത് ചെയ്യാൻ തുടങ്ങി? ക്രമാതീതമായിട്ട് വളരാൻ തുടങ്ങി. അതിപ്പോ വലിയ മരമായി തീർന്നിരിക്കുന്നു. ആ മരത്തിൽ സകല പറവയും ഇരിപ്പുണ്ട്. സകല പറവെന്ന് എല്ലാ ദുർമന്ത്രവാദങ്ങളും, എല്ലാ വിഗ്രഹാരാധനകളും, എല്ലാ ആഭിചാരങ്ങളും, എല്ലാ ദുരുപദേശങ്ങളും ഇരിക്കുന്ന പറവ വന്നിരിക്കുന്ന ഒരു മരമാണ് ദൈവരാജ്യമായി തീർന്നത്. അത് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ് യേശു പറഞ്ഞത്. യേശു പ്രവചനത്തിൽ പറയുകയാണ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മള് സഭകൾ വളർന്ന് വലിയ മരമാകുന്നത് ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. കാരണം യേശു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇത് ഒരൊറ്റ വായന വായിച്ചിട്ട് നമ്മുടെ ഇത് വലിയ മരമായി തീരും. പക്ഷെ അവിടെ തന്നെയാണ് ഇല്ലോജിക്കലായിട്ട് പറയുന്നുണ്ട് കടുകാണിത്. അപ്പൊ പിന്നെ ചിലപ്പോൾ നമ്മളത് കണ്ണടച്ചിട്ട് പറയും കടുകല്ലായിരിക്കും, അവിടുത്തെ ചില കടുകുകൾ വൃക്ഷമായി തീരുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ സകല എൻസൈക്ലോപ്പീഡിയയിൽ നോക്കിയിട്ട് അങ്ങനത്തെ ഒരു വൃക്ഷമായി തീരുന്ന കടുകില്ല. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ന് വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. കിടക്കയിൽ വെച്ച് എനിക്ക് ഉണ്ടായ ദർശനമാകുന്നു. ഭൂമിയുടെ നടുവിൽ ഞാൻ ഒരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷം വളർന്ന് ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവ്വഭൂമിയുടെയും അറ്റത്തോളം കാണാവുന്നതുമായിരുന്നു. അതിന്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയുമായിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരം ഉണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിന്റെ കീഴെ തണലിടച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകൾ വന്നു. അപ്പൊ യേശു പറയുന്ന ഈ ഉപമയിൽ പറയുന്ന വൃക്ഷത്തെ എത്രയോ വർഷം മുമ്പ് ആര് കണ്ടു? നെബൂഖദ്നേസർ കണ്ടു. അപ്പൊ ആ ദാനിയേൽ വ്യാഖ്യാനിക്കുകയാണ്, വലിയൊരു വൃക്ഷമാണ്. അത് എവിടെ വരെ പോകുന്നുണ്ട്? അങ്ങ് സ്വർഗത്തോളം മുട്ടുന്ന ഒരു വൃക്ഷമാണ്. പക്ഷെ ആ വൃക്ഷത്തിന്റെ തണലിൽ ആരാണ് പാർക്കുന്നത്? കാട്ടുമൃഗങ്ങളെല്ലാം വന്ന്, ദൈവ വിശ്വാസികളെ കാട്ടുമൃഗമായിട്ടല്ല പറയുന്നത്, ആടുകളാണ്. പിന്നെ സകല പറവകളും വന്ന് ആ വൃക്ഷത്തിൽ ഇരിപ്പുണ്ട്. സകല പറവ. 20-ാമത്തെ വാക്യം വായിക്കാം. ദാനിയേൽ 4:20. വളർന്നു ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തും കാണാവുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരമുള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾ പാർപ്പിടം ഉണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം രാജാവെ വർദ്ധിച്ച് ബലവാനായി തീർന്നിരിക്കുന്ന തിരുമനസിലെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അതിരി വരെയും എത്തിയിരിക്കും. മതി. അപ്പം ബാബിലോൺ സാമ്രാജ്യമാണ് ഈ വൃക്ഷം. ആകാശത്തോളം പൊങ്ങി സകല പറവകളും വന്നിരിക്കുകയും സകലതിനും ആഹാരം കിട്ടുകയും സകല കാട്ടുമൃഗങ്ങളും തണലിൽ രസിക്കുകയും ചെയ്യുന്ന ഒരു വൃക്ഷം മഹദിയാം ബാബിലോണാണ്. വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്, എല്ലാ പറവജാതികളും കൂടുകെട്ടുന്നതും എന്നാൽ ദൈവരാജ്യം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായിരിക്കുന്ന ഒരു വൃക്ഷമായി തീരും ഇത്. ശരിക്കും ഭൂമിയിൽ വേരൂന്നി ഭൂമിയിൽ വളരുന്ന ഒരു വൃക്ഷത്തെ ദൈവത്തിന്റെ സഭയെന്ന് ആര് പറകയില്ല? യേശു പറകയില്ല. കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഭൂമിയിൽ വേരൂന്നി ഭൂമിയിൽ വളരുന്ന ഭൂമിയിലെ ഒരു സാമ്രാജ്യമല്ല യേശു സ്ഥാപിക്കാൻ വന്നത്. യേശു വ്യക്തമായി പറഞ്ഞു, എന്റെ രാജ്യം ഐഹികം. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 18:36. അതിനുത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നു, മറ്റുള്ളവർ എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ ഈ ഭൂമിയിൽ യേശു ഒരിക്കലും യേശുവിന് തന്നെ എന്ത് ചെയ്തില്ല, കോൺട്രഡിക്ട് ചെയ്ത് പറയത്തില്ല. ഈ ഭൂമിയിൽ വേരൂന്നി ഈ ഭൂമിയിൽ വളർന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല യേശു പറഞ്ഞത്. സ്വർഗീയമായതാണ് യേശു കൊണ്ടുവന്നത്. ഇനി ആവർത്തന പുസ്തകം 28:26 നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 28:26. മതി. അപ്പൊ ഈ ആകാശത്തിലെ പക്ഷികൾ അവയെ നോക്ക്, ഈ ശവം തിന്നുന്ന പക്ഷികൾ
നെഗറ്റീവായിട്ടാണ് അവിടെ പറയുന്നത്. അതൊരു നല്ല കാര്യമായിട്ടല്ല പറയുന്നത്. അത് ശാപത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പക്ഷികളെ കൊണ്ടുവരുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം 18:2 വായിക്കാം. വെളിപ്പാട് പുസ്തകം 18:2. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹരിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു. ഇനി 32-ാമത്തെ വാക്യം വായിക്കാം. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരും. മതി. അപ്പൊ ഒരധ്യായത്തിൽ തന്നെ വിത്ത് തിന്നുന്ന പറവ 10 വാക്യം കഴിയുമ്പോൾ ഈ വൃക്ഷത്തിൽ വന്ന് വസിക്കുകയാണ്. അപ്പൊ ചില ആളുകൾ പറയും പറവ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ഈ വൃക്ഷത്തെ വന്നിരുന്നെന്ന് ചിലർ വ്യാഖ്യാനിച്ചാൽ ഞാൻ കൈവക്കി സുല്ലിട്ടിട്ട് പോകും. അപ്പം ഈ അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. 19-ാമത്തെ വാക്യം. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ഞാൻ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയും. അപ്പൊ ഈ 3 വാക്യം കൂടെ ചേർത്ത് നമ്മൾ പഠിക്കണം. 4, 19, 32. അപ്പൊ പറവ എപ്പോഴും ദൈവരാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുകയാണ്. പറവകളുടെ രാജാവാണ് ബേൽസെബൂൽ. അപ്പം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത് എന്നാ? സകല ദുഷ്ടാത്മാക്കളുടെയും എല്ലാ തിന്മകളുടെയും ഇരിപ്പിടമായിരിക്കുന്ന മഹദിയാം ബാബിലോൺ. അപ്പൊ തന്നെ ദാനിയേൽ പറഞ്ഞ എന്താ? രാജാവേ, നീയാണ് ഈ വൃക്ഷം. ഏത്? ബാബേലാണ് ഈ വൃക്ഷം. നമ്മൾ നോക്കുക. അപ്പൊ യേശു പറഞ്ഞിരിക്കുന്നത് നമ്മളിങ്ങനെ ശരിക്കും വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല. അതിന്റെ അടുത്ത വാക്യം വായിക്കാം. 33-ാമത്തെ ഈ മത്തായി 13:33. അവൻ മറ്റൊരു അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത 3 മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെ യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു, ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞു. യേശു പറഞ്ഞു 3 പറ മാവിൽ ഒളിച്ചു വെച്ച പുളിമാവിനോട് സദൃശം. എന്താണ് ഈ പുളിമാവ്? എന്താ പുളിമാവ്? അതാണ് നമ്മൾ യേശു പറഞ്ഞതാണ് ഈ 3 പറ മാവും പുളിച്ചു വരുന്ന. അപ്പൊ ചില ആളുകൾ ഇപ്പൊ സുവിശേഷമാണ് ഈ പുളിമാവ് എന്ന് പറയുന്നവരുണ്ട്. ലോകമാണ് മാവ്. അപ്പൊ ലോകമാകുന്ന മാവിനെ മുഴുവൻ സുവിശേഷം എന്ത് ചെയ്യും? പുളിപ്പിക്കും. നമുക്കിപ്പോഴത്തെ കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നില്ല പുളിപ്പിക്കുമോ? അപ്പൊ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പുളിപ്പിക്കുന്ന സുവിശേഷം. അപ്പൊ ഈ 3 പറ മാവ്, ശുദ്ധമായ ഈ മാവ്, അതാണ് സത്യ ഉപദേശം. ഞാൻ പറഞ്ഞല്ലോ 3 എന്നുള്ളത് ആരുടെ സംഖ്യയാണ്? ദൈവത്തിന്റെ സംഖ്യയാണ്. 3 പറ മാവ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഉപദേശമാണ്, യേശുവിന്റെ ഉപദേശമാണ്. നിർമ്മലവും സത്യവും വിശുദ്ധവും യഥാർത്ഥവുമായിരിക്കുന്ന ആ ക്രിസ്തുവിന്റെ ഉപദേശത്തെ ആര് പുളിപ്പിക്കും? ഒരു സ്ത്രീ. അപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യാണ്? പുളിമാവ് വെക്കും. ആ സ്ത്രീ ആരും നിങ്ങൾ കണ്ടുപിടിച്ചോണം. ഇന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് സമയമില്ല. അപ്പം ആ സ്ത്രീ വന്നിട്ട് ഈ പുളിമാവ് ഇതിനകത്ത് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഈ 3 പറ മാവ് എന്ത് ചെയ്യും? പുളിച്ചു പോകും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിൽക്കുന്ന, സത്യ ഉപദേശത്തെ പ്രസംഗിക്കുന്ന അവസാനത്തെ ഉപദേശി വരെ പുളിക്കും. ഇറ്റ് ഈസ് എ ഷോക്കിംഗ് റെവലേഷൻ. പക്ഷേ എനിക്ക് രക്ഷയില്ല. യേശു പറഞ്ഞതേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അവസാനത്തെ ഉപദേശിയെ വരെ പുളിപ്പിക്കാൻ ഈ സ്ത്രീയുടെ ഈ പുളിമാവുണ്ട്. അല്ലാതെ ലോകം മുഴുവൻ സുവിശേഷം കൊണ്ട് നിറയുമെന്ന് വ്യാജ ഉപദേശിമാരിത് വ്യാഖ്യാനിക്കുന്നുണ്ട്. യേശു അതല്ല പറഞ്ഞത്. പുളിപ്പെന്ന് പറഞ്ഞാൽ ബൈബിളിൽ നെഗറ്റീവിലാണ് പറയുന്നത്. പുളിപ്പ് പാപമാണ്. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. സൂക്ഷിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നല്ലതാ പുളിച്ചോട്ടെന്നല്ല പറഞ്ഞത്. പുളിപ്പെന്ന് അറിവിനെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. പരീശന്മാരുടെ പുളിപ്പ്, സദൂക്യന്മാരുടെ പുളിപ്പ്, ഹെറോദ്യരുടെ പുളിപ്പ്, ഗലാത്യരുടെ പുളിപ്പ്, കൊരിന്ത്യരുടെ പുളിപ്പ്.
5 പുളിപ്പിനെ പറ്റിയും പറയാൻ നമുക്ക് സമയമില്ല. ഞാൻ 5 പുളിപ്പ് ഉണ്ടെന്ന് പറഞ്ഞതാ. വേറൊരു ദിവസം 5 പുളിപ്പ് പറയാം. അപ്പം പരീശന്മാരുടെ പുളിപ്പുണ്ട്, ഹെറോദ്യരുടെ പുളിപ്പുണ്ട്, സദൂക്യരുടെ പുളിപ്പുണ്ട്, കൊരിന്ത്യരുടെ പുളിപ്പുണ്ട്, ഗലാത്യരുടെ പുളിപ്പുണ്ട്. ഈ 5 പുളിപ്പും ഈ പരിശുദ്ധമായ 3 പറ മാവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പുളിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്യാണ്? സ്ത്രീകൾ ചെയ്യുന്ന ഒത്തിരി കാര്യമാണ്. നമ്മുടെ സഹോദരിമാരുടെ കാര്യമല്ല ഈ പറയുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പ്രതിബിംബമാണ്. നമുക്ക് യെശയ്യാ പ്രവചനം 4 നോക്കാമല്ലോ. യെശയ്യാ പ്രവചനം 4 അതിന്റെ 1-ാമത്തെ വാക്യം നോക്കാം. അത് തന്നെ. ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വാങ്ങുകൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ പേര് മാത്രം ഞങ്ങൾ തിരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന് നീക്കി കളയണമേ എന്ന് പറയും. മതി. അപ്പൊ 7 സ്ത്രീകൾ എന്ത് ചെയ്യാണ്? ഒരു പുരുഷനെ പിടിക്കുകയാണ്. 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിക്കുകയാണ്. അപ്പൊ ഈ ഒരു പുരുഷൻ എന്ന ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പൊ ഇതിനകത്ത് ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ബൈബിൾ നമ്മൾ പല രീതിയിൽ പഠിക്കാം. ഇപ്പൊ ചരിത്രപരമായിട്ട് പഠിക്കുന്നു, ഭൂമിശാസ്ത്രപരമായിട്ട് പഠിക്കുന്നു, ജന്തുശാസ്ത്രപരമായിട്ട് പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പഠിക്കാം. പക്ഷെ ഇതിനകത്തെല്ലാം ഒരു ആത്മീയ സന്ദേശം ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയോടെ അതിനെ സമീപിച്ചെങ്കിലേ അത് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് യേശു മുഴുവൻ ഉപമകളായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഉപമകളായിട്ട് പറഞ്ഞെന്നാ അവർ കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കേണ്ടത് ഉപമ പറയുന്നു. അല്ല, ഗ്രഹിക്കാനാണോ? മനസ്സിലാക്കാതിരിക്കാനാണ് ഉപമ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് 7 സ്ത്രീകൾ. അപ്പൊ ഒരു പുരുഷനെ നമ്മൾ തപ്പണം. ബൈബിളിൽ തപ്പി ഞാൻ കൊരിന്ത്യലേഖനത്തിൽ കണ്ടു ക്രിസ്തു എന്ന ഏക പുരുഷന്. അപ്പൊ 7 സ്ത്രീകൾ ഏത് പുരുഷനെ പിടിക്കുന്നേ? ക്രിസ്തു എന്ന ഏക പുരുഷന്. ഒരു പുരുഷൻ യേശുവാണ്. ഏക പുരുഷനെ പിടിച്ചിട്ട് പറയാണ്, ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് എന്ത് മതി? നിന്റെ പേര് മാത്രം മതി, വേറൊന്നും വേണ്ട. നിന്റെ പേര് നീ എന്നേരം, ബാക്കിയെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതാ? ഉടുപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഭക്ഷണം ഞങ്ങളുടെ കയ്യിലുണ്ട്, വീട് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് എന്ത് മാത്രമേ മതി? 7 പെണ്ണുങ്ങളെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുക. 7 സഭകൾ. 7 സഭകൾക്കും എന്ത് മതിയായിരുന്നു? ഇവന്റെ പേര് മാറിയ ഇവൻ പള്ളിക്ക് പുറത്താണ്. 7 സഭകൾ ഇവന്റെ പേര് മാത്രം മതി എന്ന് വേണ്ട. ഇവനിൽ നിന്ന്, പക്ഷെ അവരെ പൗലോസ് പറയുന്ന അവനിൽ വേരൂന്നിയും അവനിൽ നിന്ന് നാം കൃപയ്ക്കുമേൽ കൃപ പ്രാപിച്ചു, അവനിൽ നിന്ന് നമ്മൾ ഓജസ് പ്രാപിച്ചു, സന്ധികളിലും ഞരമ്പുകളിലും മജ്ജകളിലേക്കും അവന്റെ ചൈതന്യത്താൽ നാം ഏകീഭവിച്ചു. അപ്പൊ സകലതും അവനിൽ നിന്ന് പ്രാപിക്കണം. അവനാണ് നമ്മുടെ ഉറവിടം. അവനിൽ നിന്നെല്ലാം പ്രാപിച്ച് അവനിൽ വേരൂന്നി വളരുന്നതാണ് യഥാർത്ഥ വിശ്വാസി. പക്ഷെ ഈ 7 പെണ്ണുങ്ങൾ പറയുന്നത് നിന്റെ പേര് മാത്രം മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപദേശമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടെല്ലാം ഉണ്ട്, ഞങ്ങൾ ഇതെല്ലാം ചെയ്തോളാം, എന്ത് മാത്രം മതി. ഇന്ന് നിർഭാഗ്യവശാൽ ലോകത്ത് കാണുന്ന സഭകൾ അങ്ങനെയാണ്. അവരുടേതായ ഉപദേശങ്ങൾ സ്വർഗീയമായ ഉപദേശമല്ല. സ്വർഗീയമാണല്ല, യേശുവിൽ നിന്നല്ല. ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ പിടിക്കും. അപ്പൊ ഈ സ്ത്രീ ഈ പുളിമാവ് കൊണ്ട് ഈ നല്ല മാവിനകത്ത് ഒളിപ്പിച്ചു വെക്കും. അവസാനം യേശു പ്രവചിച്ചിരിക്കുന്നത്, ഇത് പ്രവചന പരമായ ഉപമകളാണ്. 7 യേശു പ്രവചിക്കുന്ന ഉപമകളിലൂടെ യേശു പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാം പുളിച്ചു വരുവോളം സൂക്ഷിച്ചു കൊള്ളുവീൻ. യേശു എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാമോ? പരീശരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ, ഹെറോദ്യരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ. പൗലോസ് അപ്പോസ്തലൻ വാൺ ചെയ്യുന്ന കൊരിന്ത്യക്കാരോട് നിങ്ങളുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണം. നമ്മൾ പുളിപ്പില്ലായ്മ കൊണ്ട് സ്വച്ഛതയും നിർമ്മലതയും കൊണ്ട് ഉത്സവം ആചരിക്കണം. പുളിപ്പിനെ സൂക്ഷിക്കും, നമ്മുടെ ഉപദേശത്തെ പുളിപ്പിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ആ പുളിപ്പിനാൽ പിടിക്കപ്പെടാതെ, യേശു പറഞ്ഞു ഞാൻ മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ പുളിക്കാത്ത ഒരു കുറച്ച് മാവെങ്കിലും കണ്ടെത്തുമോ? നമ്മൾ അവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനാണ് യേശു പറഞ്ഞത് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ കരുത്ത് ലഭിക്കേണ്ടതിന് സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. അപ്പൊ നമ്മൾ ഇതിനകത്തെല്ലാം കാണുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് എല്ലാ ഉപമകളിലും കാണുന്നത്. ഇനി അതിന്റെ അവസാനത്തെ ഉപമ നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. 47-ാമത്തെ വാക്യം. പിന്നെയും സ്വർഗ്ഗരാജ്യം കടലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം.
നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരച്ചു കഴിച്ചു. മതി. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഉപമകളിൽ ഒന്നിലധികം ആളുകളെ കാണുന്നത്. ഇത്രയും സമയം മുഴുവൻ ആരായിരുന്നു? ഒരാളായിരുന്നു, അല്ലെ? ഒരുത്തൻ വിതയ്ക്കാൻ പോയി, ഒരുത്തനത് ചെയ്തു, ഇങ്ങനെ ഒരാളെ കാണുന്നുള്ളത്. പിന്നെ നെഗറ്റീവായിട്ട് ഒരു സ്ത്രീയെ കണ്ടു. പക്ഷെ ഇപ്പം വന്നപ്പോൾ യേശുവിന്റെ കോവർക്കേഴ്സിനെ യേശു കാണിക്കുകയാണ്. ഞാൻ നിങ്ങളെ മീൻ പിടിക്കുന്നവരല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് യേശു പറഞ്ഞു. യേശുവിന്റെ ഓപ്പണിംഗ് പ്രസംഗത്തിൽ തന്നെ അത് യേശു പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ പറയാണ്, ദൈവരാജ്യം എന്തിനോട് സദൃശമാണ്? സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവരും മീൻ പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. അപ്പോൾ ഈ വലയ്ക്കാണ് പ്രാധാന്യം. ആദ്യം ആ വലയിടുന്നവരെ കുറിച്ച് യേശു പരാമർശിക്കുന്നേയില്ല. വലയിടുന്നവരുടെ പേര് പറയുന്നില്ല, വലയിടുന്നവരുടെ വിശേഷണങ്ങളില്ല. വലയ്ക്കാണ് പ്രാധാന്യം. ആ വലയോട് സദൃശം. അതില് മീനെല്ലാം നിറഞ്ഞപ്പോ അവരത് വലിച്ച് കരയ്ക്ക് കയറ്റി. അപ്പോഴും അവർ എന്ന് മാത്രമാണ് പരാമർശിക്കുന്നത്. അവിടെയും പ്രസക്തിയില്ല. എന്ന് പറഞ്ഞാൽ നട്ടവനും നനച്ചവനും ഏതുമില്ല. വളർത്തുമാറാക്കുന്ന ദൈവത്തിനാണ് മഹത്വം മുഴുവനുള്ളത്. അവന്റെ പരിപാടിയാണിത്. അതായത് നമുക്ക് ഇതിനകത്ത് നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ റോള് നമുക്കല്ല പ്രാധാന്യം. മുഴുവനും ആരാണ് ചെയ്തിരിക്കുന്നത്? യേശുവാണ് ചെയ്തിരിക്കുന്നത്. അവൻ രക്തം നൽകി, അവൻ സുവിശേഷത്തെ നമുക്ക് നൽകി. പിന്നെ നമ്മൾ ജസ്റ്റ് ഈ വല വലിക്കുക, ഇതൊക്കെ. എന്നാൽ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടും പ്രയോജനമില്ലാത്ത ദാസന്മാർ എന്ന് പറയുക, നമുക്കല്ല പ്രാധാന്യം. ഇന്ന് പല ആളുകളും നമുക്ക് പ്രാധാന്യമുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. പക്ഷെ യേശുവിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. യേശു പറയുകയാണ്, അതൊരു വലയോടാണ് സദൃശം. ആ വല ആരിറക്കുന്നു, അതിനകത്ത് ആര് നിൽക്കുന്നു, ആര് വീഴുന്നു, ഇതൊന്നും വിഷയമല്ല. വല ഇറങ്ങും, അതിനകത്ത് മീൻ കയറും. അത് ഒന്നുകൂടെ വായിക്കാതെ, അവർ അത് വലിച്ച് വലക്ക് കയറ്റി ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങൾ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. മതി, ചീത്ത എറിഞ്ഞു കളയും. അപ്പം ഇത് ആരായിരിക്കും ഈ നല്ലത് എടുത്തിട്ട് ചീത്ത എറിഞ്ഞു കളയുന്നത്? വല വലിച്ചു കയറ്റുന്നത് സുവിശേഷ വേലക്കാരെ കുറിച്ചാണ് അവിടെ യേശു പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്, വല വലിച്ചു കയറ്റുന്നത്. പക്ഷെ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ യേശു തൊട്ട് താഴെ പറയുന്നു, ലോകാവസാനത്തിങ്കൽ ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. അപ്പൊ അവിടെ വേറൊരു വൈരുദ്ധ്യമുണ്ട്. ആദ്യം പറയുന്നത് നല്ലതിൽ നിന്ന് ചീത്ത എടുത്തെറിയുമെന്ന് പറഞ്ഞിരിക്കുന്നു, ഉപമയിൽ പറഞ്ഞിരിക്കുന്നത്. വ്യാഖ്യാനത്തിൽ പറയുമ്പോൾ ചീത്തയിൽ നിന്ന് നല്ലതെടുക്കും, അല്ലേ? നീതിമാന്മാരുടെ ദുഷ്ടന്മാരെ വേർതിരിച്ച് കളയും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ദൂതന്മാരാണോ മനുഷ്യരാണോ? അപ്പൊ നമുക്കൊരു സംശയം. ആ സംശയം അവിടെ സംശയമായിട്ട് നിർത്തിയിട്ട് ഞാനിത് അവസാനിപ്പിക്കാൻ പോവാണ്. 7 ഉപമകളിലൂടെ യേശു പറഞ്ഞത് മുഴുവൻ നമ്മൾ ചിന്തിക്കുന്ന പോലെ പ്രവചനമാണ്. അതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന പോസിറ്റീവ് അല്ല. സുവിശേഷം ഈ ലോകത്തിൽ വരുമ്പോൾ അത് ശുദ്ധവും നിർമ്മലവും പരിശുദ്ധമായ ഒരു ഉപദേശത്തെ യേശു കൊടുത്തു. എങ്കിലും അത് അശുദ്ധരായ ദുഷ്കർമ്മികളായിരിക്കുന്ന ദുഷ്ട ഉപദേശങ്ങളുള്ള മനുഷ്യരും പിശാചു വാഴുന്ന ഈ ലോകത്തിലുമായതുകൊണ്ട് സുവിശേഷത്തെ മലിനമാക്കും. സുവിശേഷത്തിന്റെ സന്ദേശം വികലമാകും. അതെല്ലാം മായം കലർത്തപ്പെടും. മായം കലരുന്ന മരങ്ങൾ വലിയ മരങ്ങളാകും. അതിൽ പക്ഷികളും കീഴെ മോളിപ്പറവുകളും തീരെ ജന്തുക്കളും ഒക്കെ കാണും. ഇതെല്ലാം കാണുമെങ്കിലും അതിനിടയ്ക്ക് യേശുവിന്റെ വൃതന്മാരും കാണും. കാരണം ലോകാവസാനത്തിങ്കലും ആരുണ്ട്? അതാണ് അവസാനിപ്പിക്കുന്ന യേശു. ലോകാവസാനത്തിങ്കലും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. അപ്പൊ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. അപ്പൊ അവസാനം വരെയും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എങ്കിലും ഈ സുവിശേഷത്തിന് പല പ്രതിസന്ധികളുമുണ്ട്. അപ്പൊ നമ്മൾ വളരെ പ്രാർത്ഥിക്കേണ്ടത് നാം ഒരു കാരണവശാലും പുളിച്ചു പോകാതെ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കർത്താവിന്റെ ഒറിജിനൽ സന്ദേശം ഞാൻ ചിലപ്പോൾ ഓർക്കും, കർത്താവിന്റെ ആ പ്രസംഗത്തിന്റെ എല്ലാം കൂടെ ടേപ്പ്, എഫേസോസിൽ പൗലൂസ് പ്രസംഗിച്ചതിന്റെ DVD, ഇതൊക്കെ ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയിട്ട് അതൊന്നും കാണുന്നില്ല. വേറെ ഒത്തിരി പാസ്റ്റർമാരുടെ എല്ലാം DVD $19.95 കൊടുത്താൽ വീട്ടിലോട്ട് അയക്കും. പക്ഷെ
ഞാനിങ്ങനെ നോക്കി പൗലൂസിൻ്റെത് കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇല്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആരുടെയും ഇല്ല. പിന്നെ നമുക്കുള്ള പരിപാടി അവരിൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ റൂമിൽ ലഭ്യമാണ്. അതുകൊണ്ട് ദൈവവചനവുമായിട്ട് ഇരുന്ന് നാം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ ആ ശരിക്കും ഉള്ള ഉപദേശം അവൻ പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും യേശുവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ പുളിക്കാത്ത മാവ് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കണം. ആ പുളിക്കാത്ത മാവിനെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് തരുവാൻ കഴിയുകയുള്ളൂ. കാരണം ഞങ്ങൾ പണ്ട് യാക്കോബാരായിരുന്നപ്പം ഇങ്ങനെ പാടുമായിരുന്നു, പലതരം ഉപദേശങ്ങൾ അഹോ പാരിൽ മുളച്ച് പരക്കുന്നു, ദൈവത്തിന്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ എന്ന് പാടുമായിരുന്നു. കാരണം പല ഉപദേശം ഈ ലോകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിനി ഇതൊന്നും എല്ലാം കൂടെ ഒന്നും പഠിച്ച് വിലയിരുത്തി അത് തെരഞ്ഞെടുക്കാനെന്നുള്ള ആയുസും സമയവും ആർക്കും ഈ ഭൂമിയിലില്ല. കാരണം അതുപോലെ ദുരുപദേശങ്ങൾ എന്ത് കഴിഞ്ഞു, ലോകം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ളത് പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ആ നിർമ്മലമായ ഉപദേശം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ പുളിപ്പ് പലയിടത്തും പലരും കയറ്റിവെച്ചിരിക്കുകയാണ്. ഒന്നിനാലും പുളിക്കപ്പെടാതെ ക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം മനസ്സിലാക്കുവാൻ ആ വ്യാപാരി തനിക്കുള്ളതെല്ലാം ചിലവിട്ട് വാങ്ങിയ മുത്ത് അത് എന്നെ വാങ്ങുവാനാണ് യേശു തനിക്കുള്ളതെല്ലാം ചിലവിട്ടത്. അവന്റെ അവസാന തുള്ളി രക്തം വരെ കാൽവരിയിൽ ചൊരിഞ്ഞ് അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. ഈ പകൽ നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം.